എല്ലാ പ്രേക്ഷകർക്കും ആസ്ട്രോഫോർ ഈ മലയാള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇഷ്ട വ്യക്തിയെ ഓർത്തത് കാണുക. ഒരു രഹസ്യം പുറത്താവുന്നത് നിങ്ങളുടെ വ്യക്തിയുടെയും തേർഡ് പാർട്ടിയും തമ്മിൽ ഇപ്പോൾ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതിനെക്കുറിച്ചാണ് നാം നോക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ബന്ധം ദൃഢമാണ്. നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതും ഇഷ്ടപ്പെടുന്നതും നിങ്ങളുടെ വ്യക്തിയെയാണ്. നിങ്ങളുടെ വ്യക്തിയില്ലാതെ മുന്നോട്ട് പോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഹൃദയത്തിൽ എപ്പോഴും നിങ്ങളുടെ വ്യക്തിയെ കരുതിയാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത്. നിങ്ങളുടെ വ്യക്തി ഏതെങ്കിലും സാഹചര്യത്തിൽ നിങ്ങളെ വിട്ടു പോവുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ദുഃഖം സമ്മാനിക്കുന്നു. നിങ്ങളുടെ വ്യക്തി നിങ്ങളെ സ്നേഹിക്കാനും നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുവാനുമാണ് നിങ്ങൾ എപ്പോഴും ശ്രമിക്കുന്നത്. പക്ഷേ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ജീവിതത്തിൽ തേർഡ് പാർട്ടി ചില പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നു. തേർഡ് പാർട്ടിയെ സംബന്ധിച്ച് നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ജീവിതം തകർക്കാനാണ് ഇഷ്ടം. പക്ഷേ പലപ്പോഴും നിങ്ങളുടെ വ്യക്തി തേർഡ് പാർട്ടിയുടെ ഒരു വലയിൽ വീഴുന്നുണ്ടോ, അല്ലെങ്കിൽ തേർഡ് പാർട്ടി നിങ്ങളുടെ വ്യക്തിയെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നുണ്ടോ? നിങ്ങളൊരുപാട് ചിന്തിച്ച, നിങ്ങളൊരുപാട് ഭയപ്പെട്ടൊരു സംഭവമാണ്. നിങ്ങളുടെ വ്യക്തിയും തേർഡ് പാർട്ടിയും തമ്മിൽ നിങ്ങളെ വഞ്ചിക്കുകയാണോ? തേർഡ് പാർട്ടി നിങ്ങളുടെ വ്യക്തിയെ ഏതെങ്കിലും തരത്തിൽ കൈയടക്കുമോ, അവരുടെ സ്വന്തമാക്കുമോ എന്നുള്ളൊരു ആശങ്ക നിങ്ങളിലുണ്ട്. നിങ്ങൾ ഏറ്റവും കൂടുതൽ ആത്മാർത്ഥമായി നിങ്ങളുടെ വ്യക്തിയെ സ്നേഹിച്ചതാണ്. നിങ്ങളുടെ വ്യക്തിക്കൊപ്പം നിലപാടെടുത്ത് മുന്നോട്ട് പോകാനാണ് നിങ്ങളെപ്പോഴും ആഗ്രഹിക്കുന്നത്. അത് വിട്ടൊരു ചിന്തയോ അത് വിട്ടൊരാഗ്രഹമോ ഒന്നും നിങ്ങളിൽ ഇല്ല. എപ്പോഴും നിങ്ങളുടെ വ്യക്തിക്കൊപ്പം നിറഞ്ഞു നിൽക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. അത് വിട്ട് ഒരു പ്രവർത്തനവും നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല. എല്ലാത്തിനും നിങ്ങളുടെ വ്യക്തി കൂടെ ഉണ്ടാവാനാണ്. നിങ്ങളുടെ വ്യക്തിക്കും എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും കൂടെ നിങ്ങളുണ്ടാകും എന്നുള്ള ചിന്തയുണ്ട്. പക്ഷേ നിങ്ങളുടെ വ്യക്തിയെ തെറ്റായ രീതിയിൽ സ്വാധീനിക്കുന്നു. നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ വ്യക്തിയെ അകറ്റാൻ ശ്രമിക്കുന്നു. തേർഡ് പാർട്ടി അത്തരം ഒരു ശ്രമമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങളുടെ വ്യക്തിയെ നഷ്ടപ്പെടാൻ നിങ്ങൾ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. എപ്പോഴും നിങ്ങളുടെ വ്യക്തിക്കൊപ്പം നിന്നു പോകാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശങ്ക നിങ്ങളുടെ വ്യക്തിയെ നിങ്ങൾക്ക് നഷ്ടമാകുമെന്നുള്ളതാണ്. നിങ്ങളുടെ വ്യക്തിയെ ഏറ്റവും ആത്മാർത്ഥമായി സ്നേഹിച്ച, ഏറ്റവും ഇഷ്ടപ്പെട്ട് സ്നേഹിച്ച ആ ഒരു അവസ്ഥ, അത് നിങ്ങളുടെ വ്യക്തി എന്നേക്കുമായിട്ട് മറ്റുള്ളവർ കൈയടക്കുമോ എന്നുള്ളൊരു ദുഃഖം നിങ്ങളിലുണ്ട്. ഒരിക്കലും നിങ്ങൾ അതിന് സമ്മതിക്കില്ല. നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങളെപ്പോഴും ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ ഒപ്പം ഉണ്ടാകാനാണ്. നിങ്ങളുടെ വ്യക്തിയെ മറന്നുകൊണ്ട്, നിങ്ങളുടെ വ്യക്തിയെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് നിങ്ങൾക്ക് പോകാൻ കഴിയില്ല. എന്താണ് ഈ തേർഡ് പാർട്ടി ശ്രമിക്കുന്നത്? യഥാർത്ഥത്തിൽ തേർഡ് പാർട്ടി ശ്രമിക്കുന്നത് നിങ്ങളുടെ വ്യക്തിയെ സ്വന്തമാക്കാനാണ്. നിങ്ങളുടെ വ്യക്തിയെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുമ്പോഴും നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോടാണ് സ്നേഹം. പക്ഷേ നിങ്ങൾക്കും നിങ്ങളുടെ വ്യക്തിക്കും ഇടയിൽ ഒരു പുകമറ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു. എങ്ങനെയെങ്കിലും നിങ്ങളുടെ വ്യക്തിയെ നിങ്ങളിൽ നിന്ന് അകറ്റാൻ ശ്രമിക്കുന്നു. അതിനുവേണ്ടി തേർഡ് പാർട്ടി പലതരത്തിലുള്ള തന്ത്രങ്ങളുമായി വരുന്നുണ്ട്. തേർഡ് പാർട്ടി ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ വ്യക്തിയും നിങ്ങളും തമ്മിൽ ഒരു അകൽച്ചയുണ്ടായാൽ അത് മുതലെടുക്കാമെന്നുള്ളതാണ്. തേർഡ് പാർട്ടി ഇഷ്ടപ്പെടുന്നത് അത് തന്നെയാണ്. നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ ഒരകൽച്ചയുണ്ടാകുമ്പോൾ അത് മുതലെടുക്കാനാണ്. പക്ഷേ തേർഡ് പാർട്ടി വിചാരിക്കുന്നത് പോലെ ഒന്നും തേർഡ് പാർട്ടിക്ക് നേടാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ തേർഡ് പാർട്ടി നിങ്ങളുടെ ആത്മവിശ്വാസത്തെ തകർക്കാൻ ശ്രമിക്കുകയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിയിലുള്ള ആ വിശ്വാസം തകർക്കുന്ന രീതിയിൽ തേർഡ് പാർട്ടി പ്രവർത്തിക്കുകയാണ്. നിങ്ങളുടെ വ്യക്തി നിങ്ങളെ തന്നെ ഇഷ്ടപ്പെടുമ്പോഴും തേർഡ് പാർട്ടി നിങ്ങളുടെ വ്യക്തിയെ ആയിട്ട് കൂടുതൽ അടുപ്പമുണ്ടെന്ന് കാണിക്കാൻ അഭിനയിക്കുകയാണ്. അതിനുള്ള ചില സാഹചര്യങ്ങൾ ബോധപൂർവ്വം ഉണ്ടാക്കുകയാണ്. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയെ തെറ്റിദ്ധരിക്കണം. നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയെ തെറ്റിദ്ധരിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയുമായിട്ട് വഴക്കടിക്കുകയും അങ്ങനെ നിങ്ങൾ തമ്മിലൊരു ബന്ധത്തിലൊരു അകൽച്ച ഉണ്ടാവുകയൊക്കെ ചെയ്യും. അത് മുതലെടുക്കാനാണ് ഈ തേർഡ് പാർട്ടി ശ്രമിക്കുന്നത്. ഈ തേർഡ് പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. തേർഡ് പാർട്ടി വലിയ ഗൂഢതന്ത്രമായിട്ടാണ് വരുന്നത്. തേർഡ് പാർട്ടിയുടെ ഗൂഢതന്ത്രങ്ങളൊന്നും വിജയിക്കില്ല. തേർഡ് പാർട്ടി
എല്ലാ പ്രവർത്തനങ്ങളും അവസാനിപ്പിച്ചുകൊണ്ട് കടന്നു പോകും. കാരണം നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുകയാണ് കൂടുതലായിട്ട്. തേർഡ് പാർട്ടി ഒന്ന് കാല് മുന്നോട്ട് വെച്ചപ്പോൾ തേർഡ് പാർട്ടിയുടെ മനസ്സിലുള്ളത് നിങ്ങളുടെ വ്യക്തിയോട് തുറന്നു പറഞ്ഞപ്പോൾ നിങ്ങളുടെ വ്യക്തിക്ക് തേർഡ് പാർട്ടിയുടെ കുതന്ത്രം മനസ്സിലായി. തേർഡ് പാർട്ടി എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ആദ്യമായിട്ട് നിങ്ങളുടെ വ്യക്തി മനസ്സിലാക്കിയതാണ്. പലപ്പോഴും നിങ്ങൾ പല ഹിൻറ്റും കൊടുത്തു, ഈ തേർഡ് പാർട്ടിയുടെ മനസ്സ് ശരിയല്ല, തേർഡ് പാർട്ടി അന്യായമായ കാര്യങ്ങളും അർഹതപ്പെടാത്തതും അന്യായമായി പിടിച്ചു മേടിക്കാനാണ് ആഗ്രഹിക്കുന്നത്. പക്ഷെ നിങ്ങൾ പറഞ്ഞപ്പോൾ നിങ്ങളുടെ വ്യക്തി വിശ്വസിച്ചിരുന്നില്ല നിങ്ങളെ. തേർഡ് പാർട്ടി അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങളായിരിക്കും നടത്തിയത്. പക്ഷേ ഇവിടെ തേർഡ് പാർട്ടി കുടുങ്ങിയിരിക്കുകയാണ്. നിങ്ങളുടെ വ്യക്തി ഏറ്റവും സത്യസന്ധമായ നിങ്ങളെ മനസ്സിലാക്കിയിരിക്കുന്നു. കാരണം തേർഡ് പാർട്ടിയുടെ മനസ്സ് തുറന്നപ്പോൾ അതിലെ വൈകല്യങ്ങൾ, അതിലെ വിഷമയമായ ചിന്തകൾ നിങ്ങളുടെ വ്യക്തിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. നിങ്ങൾ മുന്നേ കൂട്ടിയത് പറഞ്ഞിരുന്നു, ഈ തേർഡ് പാർട്ടിയെ വിശ്വസിക്കരുത്. അപ്പോഴൊന്നും നിങ്ങളെ വിശ്വാസത്തിലെടുക്കാത്ത നിങ്ങളുടെ വ്യക്തിക്ക് തേർഡ് പാർട്ടിയെ കൂടുതൽ അനുഭവം കൊണ്ട് മനസ്സിലായിരിക്കുന്നു. ഇനി ഒരിക്കലും നിങ്ങളെ വഞ്ചിക്കാനോ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാനോ നിങ്ങളിൽ കുഴപ്പങ്ങൾ സൃഷ്ടിക്കാനോ ഈ തേർഡ് പാർട്ടിക്ക് കഴിയില്ല. നിങ്ങൾക്ക് സന്തോഷത്തോടെ മുന്നോട്ട് പോകാം. എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും എല്ലാ പ്രശ്നങ്ങളെയും തരണം ചെയ്തുകൊണ്ട് നിങ്ങളുടെ വ്യക്തി വന്നിരിക്കുന്നു. തേർഡ് പാർട്ടിക്ക് ഇനിയൊരു റോളുമില്ല, തേർഡ് പാർട്ടിക്ക് ഇനിയൊരു സ്ഥാനവുമില്ല. എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിച്ചുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും. തേർഡ് പാർട്ടി തകർന്നടിയുകയാണ്. നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് സ്ഥാനം ലഭിക്കുകയാണ്. തേർഡ് പാർട്ടിയെ കൃത്യമായി ഇപ്പോഴാണ് നിങ്ങളുടെ വ്യക്തിക്ക് അറിയാൻ കഴിയുന്നത്. ഇത്രയും നാൾ തേർഡ് പാർട്ടി പറഞ്ഞ വാക്കുകൾ വിശ്വസിച്ച് തേർഡ് പാർട്ടി ആയിരിക്കും ശരി, നിങ്ങളുടെ വ്യക്തിക്ക് തെറ്റ് പറ്റിയിരുന്നു, നിങ്ങളെ വിശ്വസിച്ചിരുന്നു. തേർഡ് പാർട്ടി അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങളായിരിക്കും നൽകിയത്. ഇപ്പോൾ നിങ്ങളുടെ വ്യക്തിക്ക് കൃത്യമായ ബോധ്യം വന്നിരിക്കുന്നു, നിങ്ങളാണ് ശരിയെന്നുള്ളത്. അത് കൃത്യമായി മനസ്സിലാക്കുന്ന രീതിയിലേക്ക് നിങ്ങളുടെ വ്യക്തി എത്തുന്നു. ഇനിയൊരു സംശയവുമില്ല, നിങ്ങളാണ് ശരിയെന്ന സത്യം നിങ്ങളുടെ വ്യക്തി തിരിച്ചറിയുകയാണ്. ഇനി നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ വ്യക്തി വിട്ടുപോകില്ല. തേർഡ് പാർട്ടിയുടെ ഒരു കുതന്ത്രവും വിജയിക്കില്ല. കാരണം ഇവിടെ നിങ്ങൾ വാക്കുകൊണ്ട് ഒരുപാട് നിങ്ങളുടെ വ്യക്തിയെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചിട്ട് നടന്നില്ല. പക്ഷേ ഇപ്പോൾ തേർഡ് പാർട്ടിയുടെ യഥാർത്ഥ മുഖം മനസ്സിലാക്കി നിങ്ങളുടെ വ്യക്തി തിരിച്ചു വരുന്നു. ഇനി ഒരിക്കലും നിങ്ങളുടെ വ്യക്തിയെ പറ്റിക്കാനോ നിങ്ങളുടെ വ്യക്തിയെ അന്യായമായി സ്വന്തമാക്കാനോ തേർഡ് പാർട്ടിക്ക് സാധിക്കില്ല. എല്ലാ കള്ളികളും പുറത്തായിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.